ഇസ്ലാം ഫോബിയ ഒരു കാറ്റ് പോലെ നമ്മളെല്ലാവരെയും അടിക്കുകയും നമ്മളതിനെ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന, അതായത് ഞാൻ ഉണ്ടായിരുന്നത് മുതലുള്ള പല അനുഭവങ്ങൾ, അതായത് നമ്മളെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളെ കുറിച്ചുള്ള മുൻവിധികൾ നിരന്തരം ഉൽപ്പാദിപ്പിക്കുന്നത് കേൾക്കുകയും, അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് പലപ്പോഴും ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വളരെ എൻ്റെ അനിയനായിട്ടുള്ളൊരു ആള് CPM വലിയ നേതാവാണ്, പിന്നെ വക്കീലാണ്. ഇവർ പറഞ്ഞൊരു കഥ എന്താ വെച്ചാൽ, ഒരു 5-6 വർഷം മുമ്പ് ഇവർ പറഞ്ഞൊരു കഥ എന്താ വെച്ചാൽ, പിന്നെ ഈ മുസ്ലിങ്ങൾക്ക് യുക്തിയില്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ ഈ മുസ്ലിം സ്ത്രീകൾ പർദ്ദ രാവിലെ നടക്കാനിറങ്ങും. അപ്പോൾ ഇരുട്ടത്ത് പർദ്ദ നടന്നു കഴിഞ്ഞാൽ കാണില്ല, അതുകൊണ്ടാണ് അവർ പലപ്പോഴും ആക്സിഡൻറ്റിൽ പെടുന്നത്, മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നടക്കാറിയ ആൾക്കാർക്ക് വണ്ടി ഇടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകളുണ്ട്. പക്ഷേ ഞാനപ്പോൾ മൂപ്പരോട് ചോദിച്ചതെന്താ വെച്ചാൽ, ആ സമയത്ത് തന്നെ എയറിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്നിരുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഈ ശബരിമല അയ്യപ്പന്മാർ ഈ വണ്ടി ഇടിച്ചിട്ട് രാവിലെ മരിക്കുന്നതിനെ പറ്റി. അവരും കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? പലപ്പോഴും മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ യുക്തിയില്ലായ്മ അതിനെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളുടെ യുക്തിൻ്റെ സ്വിച്ചിന് മുൻകൂട്ടി ഓഫാക്കിയിട്ടുള്ള ഒരു ഭാഷണ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫിയെ സാധ്യമാക്കുന്നത് പലപ്പോഴും. അപ്പോൾ ഈ യുക്തിനെ അസാധ്യമാക്കുന്നതിന് പിന്നിൽ ഒരു മനോനില മാത്രമല്ല, മറിച്ച് അതിന് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡീപ്പ് സ്ട്രക്ചർ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ബ്രാഹ്മണ പരമാധികാരവും പശുവും മുസ്ലിങ്ങളും ദളിതരും ഒക്കെ ആയിട്ടുള്ള സവിശേഷമായ ബന്ധത്തെക്കുറിച്ചിട്ട്, പരമാധികാരം എങ്ങനെയാണ് യൂറോപ്യൻ സോവേജിനിറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു 2016 ഒരു ലേഖനം എഴുതുകയുണ്ടായി മാതൃഭൂമിയിൽ. ആ സമയത്ത് 18ാം നൂറ്റാണ്ടിലെ രേഖകൾ ഇങ്ങനെ പരിശോധിച്ചു. അപ്പോൾ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പല രേഖകളും ചരിത്രരേഖകളും പരിശോധിച്ചു. അതിൽ പഴയ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു രേഖാ സമാഹാരമാണ് പിന്നെ പഴശ്ശി രേഖകളാണ്. 1798 ദറോഗ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസർ പഴശ്ശിൻ്റെ രഹസ്യ നീക്കങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അയക്കുന്നുണ്ട്. ഈ കത്ത് യഥാർത്ഥത്തിൽ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള കത്തുമാണ്. അത് ആർക്കൈവിൽ നിന്ന് ഈ പഴശ്ശി രേഖകളിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഈ താമരശ്ശേരിയിലും അതേപോലെ തന്നെ ഏറനാട്ടിലുള്ള മാപ്പിളമാർ ഈ നമ്പൂതിരിമാരുടെ ഇല്ലം തൊട്ട് അശുദ്ധാക്കുക, നായന്മാരുടെ വീട് തൊട്ട് അശുദ്ധാക്കുക, ഈ പശുവിനെ പിടിക്കുക, അടിമ പിടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ബ്രാഹ്മണരുടെയും പശുവിൻ്റെയും സ്വതന്ത്ര സഞ്ചാരത്തിനും ജീവിതത്തിനും പൂർണ്ണമായ വിലങ്ങത്തടിയായിരിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിന് പഴശ്ശിരാജാവിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴശ്ശിരാജാവ് ഉടൻ തന്നെ ചുരമിറങ്ങി വന്നിട്ട് ഈ താമരശ്ശേരിയിലെയും ഏറനാട്ടിലെയും മാപ്പിളമാരെ പാഠം പഠിപ്പിക്കുന്നതാണ് ആ കത്ത്. പക്ഷേ പഴശ്ശിരാജാവ് വന്നോ, അയാൾ മുസ്ലിങ്ങളായിട്ട് ഏറ്റുമുട്ടിയെന്നതിനെ പറ്റി നമുക്ക് രേഖകളിലൊന്നും തെളിവില്ലാത്തതുകൊണ്ട് എന്താ നടന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം മുൻവിധിയെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മമായ സൂചന ഈ കത്തിലുണ്ട്.
അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യുക്തി നോക്കാം. ഇത് പുലപ്പേടി പോലെയുള്ള ഒരു പേടിയാണോ? ആ പുലപ്പേടി ഈ പോലെ മുസ്ലിം പേടി അല്ലെ മാപ്പിളപ്പേടി നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാം ചോദ്യം. അപ്പോൾ പുലപ്പേടിനെ പറ്റി പ്രത്യേകത എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ നമ്മൾ തൊട്ടുകൂടായ്മ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ബ്രാഹ്മണ ശരീരത്തിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി അതിന് താഴോട്ട് നായരുടെ ശരീരം, പിന്നെ ഈ തീയന്മാരുടെ ശരീരം, അങ്ങനെ നിരവധി ശരീരങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ദളിത് ശരീരത്തിന് വിന്യസിക്കുന്ന ശരീരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അധികാരക്രമമായിട്ടാണ് പലപ്പോഴും തൊട്ടുകൂടായ്മ പ്രവർത്തിക്കുന്നത്. ഇത് അധികാരക്രമം എന്ന് പറയുന്നത് ഈ ക്രമം യഥാർത്ഥത്തിൽ വിഭവങ്ങളുടെ ഹൈറാർക്കിനെയും അതേപോലെ പലതരത്തിലുള്ള പ്രിവിലേജുകളുടെ ഹൈറാർക്കിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഘടന. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് രസകരമായി തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇല്ലവും വീടും, അതായത് കുടിയാന്മാരായ മുസ്ലിങ്ങളാണ് ആലോചിക്കേണ്ടത്. കുടിയാന്മാരായ മുസ്ലിങ്ങൾ, കുടിയാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് യഥാർത്ഥത്തിൽ ജന്മൻ പ്രോപ്പർട്ടി റൈറ്റ് ഇല്ല, അതായത് ജന്മനാൽ ഭൂമിക്ക് മുകളിൽ റൈറ്റ് ഇല്ല. അയാൾ കുടിയാന്ന് പറഞ്ഞാൽ പാട്ടം കൊടുത്തുകൊണ്ട് ഭൂമിയിൽ നിൽക്കുന്ന. പക്ഷേ കേരളത്തിൽ ജന്മികളായ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങളോടുള്ള ഭയം ആ കത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് കേവലമായ വംശീയമായ ആരോപണമോ ചാപ്പകുത്തലോ അല്ല മുസ്ലിങ്ങൾക്കെതിരെ നിലനിൽക്കുന്നത്. ബ്രാഹ്മണികമായ അധികാര വ്യവസ്ഥയെ നൈതികമായി വെല്ലുവിളിക്കാൻ ശേഷിയുള്ള പല ഘടകങ്ങളും ഇസ്ലാമിക ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇതിന് കാരണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഒന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജാതി ഹിന്ദുക്കളുടെ പോലെ, അതായത് ബ്രാഹ്മണിക വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നില്ല. അതിന് നിരവധി ഉദാഹരണം നമുക്കുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വില്യം ലോഗൻ തന്നെ എഴുതിയിട്ടുള്ളത് 1870 മുതൽ 1921 വരെയുള്ള മുസ്ലിങ്ങളുടെ ജനസംഖ്യ 3 മടങ്ങായി വർദ്ധിക്കുന്നതെന്നാണ്. ഈ ചെറിയൊരു കാലയളവിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ, മലബാറിലെ ജനസംഖ്യ 3 മടങ്ങായി വർദ്ധിക്കുന്നു. ഈ എങ്ങനെയാണ് ഈ 3 മടങ്ങായ വർധന ഉണ്ടായതെന്നതിനെ കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹം കണ്ടെത്തുന്നത് ചെറുമക്കളുടെയും തീയന്മാരുടെയും അതേപോലെ മറ്റ് കീഴാള ജാതികളുടെയും ജനസംഖ്യയിലുള്ള കുറവാണ് നമുക്ക് കണ്ടെത്തുന്നത്. അപ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 മടങ്ങായ വർധന ഈ മുസ്ലിങ്ങളിലേക്കുള്ള കീഴാളുകളുടെ പരിവർത്തനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ജാതിയെ മറികടന്നുകൊണ്ട് മതാരോഹണത്തിലൂടെയാണ്. മതാരോഹണം എന്നുള്ളൊരു സമ്പർക്കമാണ് പലപ്പോഴും യേശുദാസൻ മാഷ പോലുള്ള ആളുകൾ കണക്കാക്കുന്നത്. കാരണം ഈ വിഭാഗം ആളുകൾക്ക്, കീഴാളരായ ജാതികൾക്ക് മതം നിലനിൽക്കാത്തതുകൊണ്ട് മതം സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം കാണുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ അധികാര വ്യവസ്ഥയെ ഏതൊക്കെയോ തരത്തിൽ, ബ്രാഹ്മണികമായ അധികാര വ്യവസ്ഥയെ ഏതൊക്കെയോ തരത്തിൽ സങ്കീർണമാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാഴ്ത്തുന്ന നിരവധി ഘടകങ്ങൾ കൂടി ആവാം ചിലപ്പോൾ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഈ ഭയം നിലനിർത്താൻ കാരണം. ഇത് പുലപ്പേടിയെ സംബന്ധിച്ചും വളരെ ശരിയായ കാര്യമായി പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. കേവലമായ ഒരു മനോഘടനയല്ല, മറിച്ച് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ രാഷ്ട്രീയവുമായ നിരവധി ഘടകങ്ങളുടെ ഒരു പ്രവർത്തന മേഖല ഇതിനടിയിലുണ്ട് എന്നുള്ളത്. അപ്പം പിന്നെ ഇത് ഈ ഇസ്ലാമോഫോബിയ വാച്ച് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആ വാച്ച് എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫിയ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വ്യവഹാരത്തിൻ്റെ അതിൻ്റെ സ്വാഭാവികമായ പ്രക്രിയകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അത് ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പ്രവർത്തന പദ്ധതികൾ എന്തെല്ലാമാണ്, അത് എങ്ങനെയാണ് ഒരു പ്രത്യേക തരത്തിൽ
ആളുകളെ വർഗീകരിക്കാനുള്ള ഒരു വ്യവസ്ഥയായി നിലനിൽക്കുന്നത് എന്നത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത്യന്തം ഗൗരവമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ നോട്ടം എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്ന ആളുകൾ നോക്കുമ്പോൾ നമ്മൾ പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പുറത്തേക്ക് എപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ അകത്ത് തന്നെ എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നത് എന്നതിനെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു സാധ്യത രൂപപ്പെടും. അപ്പോൾ നമ്മളെ തന്നെ തിരിച്ചു നോക്കാനുള്ള ഒരു സാധ്യതയും ഈ അന്വേഷണങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഔപചാരികമായി ഈ ഇസ്ലാമോഫോബിയ വാച്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു.